ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം ഉടൻ ഒന്നും തന്നെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഇസ്രയേൽ സൈന്യം. യുദ്ധം ഇവിടെ ചർച്ചകളിലൂടെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് വീണ്ടും ഇറാന്റെ മേൽ കൂടുതൽ പ്രഹരമേൽപ്പിക്കാനുള്ള നടപടിയുമായി തന്നെ ഇസ്രയേൽ സൈന്യം മുന്നോട്ട് പോകുന്നത്. 3 ആഴ്ച കൂടെ ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ വ്യവസ്ഥാപിതമായി തന്നെ നശിപ്പിക്കാനാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ തയ്യാറെടുക്കുന്നതും. ഇറാന്റെ സൈനിക കേന്ദ്രം തകർക്കാൻ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ സൈന്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ആക്രമണം അത് നടത്തിക്കൊണ്ട് അവരെ പൂർണ്ണമായും തകർത്താൽ മാത്രമേ ഈ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം. അതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് അണിയറയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നതും. ഇറാനെതിരെ അമേരിക്കയുമായുള്ള സംയുക്ത യുദ്ധത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രചരണ പദ്ധതി പ്രകാരം അത് പുരോഗമിക്കുകയാണ് എന്നും തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നതാണ് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. IDF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിലേക്കുണ്ട്. ഏകദേശം 3 ആഴ്ചകൾക്കുള്ളിൽ കുറഞ്ഞത് ജൂത പെസഹ ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ US സഖ്യകക്ഷികളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. അതിന് അപ്പുറമായി തന്നെ 3 ആഴ്ചകൾക്കുള്ള കൂടുതൽ ആഴത്തിലുള്ള പദ്ധതികൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിയും 40-ലധികം ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ശേഷമാണ് തുടർന്നുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആക്രമിച്ചതിനെ തുടർന്നുകൊണ്ടും ഇറാന്റെ സൈനിക വിന്യാസം നശിപ്പിക്കുന്നതിലാണ് IDF ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇറാനെതിരായ നിലവിലെ പ്രചരണം 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും കൂടുതൽ വിപുലമാക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനെ പൂർണ്ണമായും തകർക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ US-ഉമായി ചേർന്ന് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാൻ വൻ തകർച്ച നേരിടുന്നു എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ, അമേരിക്ക പരാജയപ്പെടുകയാണ് എന്ന റിപ്പോർട്ടുകൾ അവിടെ ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്നതാണ് ട്രംപ് ഈ ഒരു കാര്യത്തോടായി തന്നെ വ്യക്തമാക്കുന്നത്. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന് തീപിടിച്ചുവെന്ന വാർത്ത തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്നും ഇറാൻ തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങുകയാണ് എന്നും അല്പനേരം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാനായേക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിലും അധികകാലം നീളുമെന്ന് തോന്നുന്നില്ല എന്നും അവരുടെ വ്യോമാക്രമണവും പ്രതിരോധ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ഞങ്ങൾ മറികടന്നിട്ടുണ്ട്. നിലവിൽ അവർക്ക് വ്യോമ പ്രതിരോധത്തിന് സംവിധാനങ്ങളൊന്നുമില്ല എന്നും അവരുടെ പരമോന്നത നേതാവിനെ വകവരുത്തുമെന്നും അവിടെ സുപ്രധാനമായ ഒരു തീരുമാനമായി തന്നെ ഇത് കരുതുന്നുവെന്നും അവരുടെ ഏറ്റവും വലിയ സുപ്രധാന ഒരു കാര്യമായ ഖാർഗ് ദ്വീപിൽ പോലും വ്യോമാക്രമണം നടത്താൻ ഇവർക്ക് സാധിച്ചുവെന്നും വ്യക്തമാക്കുന്നു. അവർ ഞങ്ങളുമായി തന്നെ മധ്യസ്ഥ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പക്ഷേ ചർച്ചകൾ നടത്താൻ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. മാത്രമല്ല, ഇനി അല്പം സമയം കൂടി എടുത്തതിന് ശേഷം പൂർണ്ണമായും തന്നെ ഇറാനെ നശിപ്പിക്കുമെന്ന് തന്നെയാണ് ട്രംപ് ഇവിടെ പ്രഖ്യാപനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.